എടാടാ ഇന്നത് വെള്ളം ഒഴിക്കേണ്ട റാവായിട്ട് അടിക്കുന്നത് വീടളിയാ. ഡാ അവൻ ടെൻഷനിൽ ഡ്രൈ അടിക്കുമ്പോഴാണോ ഫോട്ടോ എടുത്ത് കളിക്കുന്നത് നീ? ലവ് ഫെയിലിയർ ആയിരിക്കുന്ന പയ്യന്മാര് മനസ്സ് തകർന്നിരിക്കുന്ന കാഴ്ച ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാൻ പോവാ. അങ്ങനെ ഇട്ടാൽ ലവ് ഇല്ലെങ്കിൽ എന്താ ലൈക്കെങ്കിലും കിട്ടുമല്ലോ. പ്രേമം നിങ്ങൾക്ക് കോമഡി ആയില്ലേ? ഏയ് ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞാടാ. അവളെന്താ വല്ല കൊമ്പത്തെ ആളാണോ? നീ എന്തിനാ അവളെ ഓർത്ത് വിഷമിക്കുന്നേ? പിന്നെ കാണിച്ചിരാടാ. വളച്ചപ്പോ തന്നെ എല്ലാം കാണിക്കണമായിരുന്നു. അല്ല നീ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് പറഞ്ഞ. കമ്പ്യൂട്ടർ ചിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. എന്തോന്ന് ചിരിയാടാ ഇത്? ഡാളിയ അവനോട് പോകാൻ പറഞ്ഞേ. ബ്രോ ഒന്നാമത്തെ കുറച്ച് ടെൻഷനില്ല. നിങ്ങളതുകൊണ്ട് മാറിയിരിക്കും. പറ്റില്ല, നിങ്ങളൊരു സത്യം അറിയണം. ഓ ഇത് ശല്യായല്ലോ. സത്യമൊക്കെ പിന്നെ മനസ്സിലാക്കാം, ആദ്യം ഇവിടുന്ന് പൊക്കോ. നെവർ, പറ്റില്ല. നിങ്ങളൊരു സത്യം അറിഞ്ഞേ പറ്റൂ. താൻ പോയില്ലെന്നാണോ? പോടാ. അല്ല നീ എന്തോരോ കുടിച്ചു വെക്കുന്നത്? ഒരു പെഗ്. ഒരു പെഗ് അടിച്ചതിന്റെ കാണുന്നേ. ഡാ നിന്റെ പ്രശ്നം എന്താടാ? പറഞ്ഞു തോലക്കടാ. താങ്ക്സ് ബ്രോ. ഞാൻ പറയുന്നത് കേട്ടാ നിങ്ങൾ ഷോക്കാവും. നിങ്ങളുടെ ലവർ സംഗീതയ്ക്കും എനിക്ക് എന്ത് റിലേഷൻഷിപ്പാണ് ഉള്ളത് നിനക്കറിയാവോ? അവളെ മീറ്റ് ചെയ്ത ദിവസം എന്നെ കൊണ്ട് മറക്കാനേ പറ്റില്ല. ഇവിടെ സ്റ്റോപ്പ് ചെയ്ത. ഇതാ കാലത്ത് തന്നെ 10 രൂപയ്ക്ക് വേണ്ടി 2000 രൂപ നീട്ടുന്നത് തനിക്കൊക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ചിൽഡ്ര തരാനായിട്ട് വക്കില്ല. എന്നിട്ട് അവന്റെ അമ്മയുടെ ഒരു ഇംഗ്ലീഷ്. നോ ബാഡ് ലാംഗ്വേജ്, മൈൻഡ് യുവർ വേർഡ്സ്. ഞാൻ അങ്ങനെ സംസാരിക്കണു. നിനക്ക് എന്താ പ്രശ്നം? ഞാനും നോക്കിക്കൊണ്ടിരിക്കുക. ഭയങ്കര ഓവറായിട്ടാണോ സംസാരിക്കുന്നത്? ഇപ്പൊ എന്താ അയാൾ തരാനുള്ള ചേർത്ത് ഞാൻ തരാം. കാശെടുത്ത് പോടി. രണ്ടെണ്ണം കൂടെ പിടിക്ക്. വന്ന് ഇറങ്ങിക്കോളും. നീ നിന്റെ ഒരു ഓട്ടോയും. താങ്ക്സ് സംഗീത. നീ എന്നെ കറക്റ്റ് സമയത്ത് ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിലേ ആ ഓട്ടോക്കാരുടെ മുമ്പിൽ ഞാനങ്ങ് നാണം കെട്ടാനെ. നിങ്ങൾ ഇത്രയും പൈസ ഉള്ള ആളല്ലേ, എന്തിനാ ഷെയർ ഓട്ടോയിൽ വന്നത്? ഐ ഹാവ് 2 cars ഡാ. 2 സർവീസിനിട്ടേക്കുവാ. ഓട്ടോയിൽ വരായിരുന്നല്ലോ. വരാനൊക്കെ പറ്റും, പക്ഷെ നിന്നെ പോലെ ഒരു സുന്ദരിയായ പെണ്ണിനെ കാണാനൊന്നും പറ്റില്ലല്ലോ. നിങ്ങൾ നല്ല സുന്ദരൻ തന്നെയാ. വെറുതെ എന്നെ കളിയാക്കല്ലേ. നോ ഐ എം സീരിയസ്. മോഹൻലാലിനെ പോലെ ഉണ്ട് കാണാൻ. എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നേ. ഏതൊരു പെൺകുട്ടി കണ്ടാലും ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഐ ലവ് യു പറയും, ഉറപ്പ്. ഹലോ. നീ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയതാ, ശരിക്കും കറക്റ്റാ. മാഡം നിനക്ക് ഇങ്ങ് വന്നേക്ക്. നീ എനിക്ക് എത്ര വലിയ ഹെൽപ്പാ ചെയ്തേക്കുന്നത്. നീ ബില്ല് ചെയ്യാനാ? ഇറ്റ്സ് ഓൺ മീ. ഓക്കേ അനിയ ഇങ്ങ് വന്നേ. ചേഞ്ച് നീ തന്നെ വെച്ചോ. താങ്ക് യു സർ. ശരിക്കും പൊട്ടനാണല്ലോ. ഇവനെ വെച്ച് 2 മാസം ഓടിക്കാം. നിന്നെ കാണുമ്പോ മോഹൻലാലിനെ പോലെ ആരാടാ പറഞ്ഞ? ഇന്ത്യൻ പടത്തിലെ കമലാസനെ പോലെ പറഞ്ഞാണോ? ഇല്ല, ഉത്തമവില്ലല്ല കമല്ല. അയ്യോ ഒന്ന് നിർത്തടാ. സംസാരം നിർത്തടാ. പിന്നെ എന്താ സംഭവിച്ചത്? സംഗീത, ഹായ്. ഇവിടെ എന്താ ചെയ്യുന്നേ? ബസ് കാത്ത്. ആയോ? ഓക്കേ. എന്തിനാ ഈ സമയത്ത് ബസ് സ്റ്റാൻഡിലേക്ക് നിൽക്കുന്നേ? എനി പ്രോബ്ലം? നാളെ കോളേജ് ഫീസ് അടയ്ക്കേണ്ട ദിവസം. എല്ലാ ATM ഔട്ട് ഓഫ് ഓർഡർ. എന്ത് ചെയ്യണോന്ന് എനിക്ക് അറിയില്ല. എത്ര അടയ്ക്കണ്ടേ? 25,000. Just 25,000? അയ്യോ, നിങ്ങൾക്ക് എന്തിനാ ആവശ്യമില്ലാത്തൊരു ബുദ്ധിമുട്ട്? നീ എനിക്ക് എത്ര ഹെൽപ്പാ ചെയ്തേക്കുന്നത്. നിനക്കൊണ്ട് ഇതെങ്കിലും ഞാൻ ചെയ്തൂടെ? ഇതാ പിടിക്ക്. താങ്ക് യു 1000 times താങ്ക് യു. നമ്മുടെ ഇടയിൽ എന്തിനാ ഈ ഫോർമാലിറ്റീസ് ഒക്കെ? ഇതിന്റെ കടമയല്ലേ? നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ മനസ്സിനും ഒരുപാട് അഴകുണ്ട് അഴകേശ. എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നേ. 10 രൂപ തന്ന് തന്റെ പേഴ്സ് കാലിയാക്കി പോയോ? ദാറ്റ്സ് മൈ ബാഡ് ടൈം. സമയം ശരിയല്ല. ആഹാ, എന്നിട്ട് നിങ്ങൾ എന്നെ അന്ന് കണ്ടപ്പോ എന്താ നടന്നതെന്നറിയാവോ? ഹായ്. പരിചയക്കാരനുണ്ടോ? സംസാരിക്കാതിരിക്കൂ. കോളേജിൽ ഫീസ് അടച്ചായിരുന്നോ? അതൊക്കെ ഞാൻ പിന്നെ പറയാം.
നീ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിച്ചോ, ചെയ്യാൻ ഞാൻ റെഡിയാണ്. സംസാരിക്കല്ലേ. ഈ ഡ്രസ്സില് നീ സുന്ദരിയായിട്ടുണ്ട്. എന്ത് പെർഫ്യൂം അടിച്ചേക്കുന്നേ? ശ്ശേ, decency ഇല്ലേ? Manners ഇല്ലേ? ചേട്ടാ വണ്ടി നിർത്ത. ചാൾസ്, നമ്മുടെ കല്യാണം എവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നേ? രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ഓഫീസിലോ? താലി കെട്ടുന്നത്, മോതിരം മാറ്റുന്നത്, ഇങ്ങനെയുള്ള റെഗുലർ പ്രാക്ടീസ് ഒന്നും എനിക്ക് വിശ്വാസമില്ല. അത് മാത്രമല്ല, നമ്മൾ ലണ്ടനിലാണ് സെറ്റിൽ ചെയ്യാൻ പോകുന്നത്. രജിസ്റ്റർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർ യു ഹാപ്പി? യെസ്, വെരി ഹാപ്പി. ചിയേഴ്സ്. എന്താ പറയണമെന്ന് അറിയില്ല. ആ പെണ്ണിനെ ഓർത്ത് നീ വിഷമിക്കാൻ പാടില്ല. കാരണം അതിന് പോലുമുള്ള യോഗ്യത ആ പെണ്ണിനില്ല. ഇന്ന് വേണമെങ്കിൽ അവൾക്ക് കാറ്, പണം, വീടൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ അവൾക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടില്ല. ഞാൻ സത്യസന്ധതയുടെ അല്ലേ ചേർന്നേ. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? എടാ, അവളേക്കാൾ നല്ലൊരു പെങ്കൊച്ചിനെ നിനക്ക് കിട്ടും. നിന്റെ ലൈഫ് സന്തോഷമുള്ളതായിരിക്കും. എന്തായാലും നമ്മുടെ വീട്ടിൽ പ്രേമിച്ചൊരു പെണ്ണിനെ കല്യാണം കഴിക്കാന്നത് നടക്കില്ല. നമ്മൾ ഓരോരുത്തരും ബർത്ത് സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, വോട്ടർ ID ഇതിനൊക്കെ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നോ അതേപോലെ തന്നെ ഈ രജിസ്റ്റർ മാരേജ് സർട്ടിഫിക്കറ്റും പ്രാധാന്യമുള്ളതാ. ഇപ്പോ ഇതുകൂടെ ചേർത്ത് ഞാൻ 1000 കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ നടത്തി കൊടുത്ത 999 കല്യാണവും എല്ലാം നാശമായി പോയി. എന്തോന്ന്? നന്നായിട്ടുണ്ടെന്നാ പറഞ്ഞേ. അത് മാത്രമല്ല, 1000 കല്യാണങ്ങൾ കഴിഞ്ഞ ശേഷം അതോടുകൂടി റിട്ടയർഡ് ആകാമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുക. വളരെ സന്തോഷം. സാറേ, നിങ്ങൾ റിട്ടയർ ആകുന്നത് ആലോചിച്ച് തന്നെ മനസ്സിന് വളരെ വിഷമോ. അതാ ഞാൻ ശ്രദ്ധിച്ചേ. ചാൾസ്, നിങ്ങൾക്ക് ഈ സംഗീതയെ കല്യാണം കഴിക്കുന്നതിൽ സമ്മതം തന്നെയല്ലേ? സമ്മതമാണ്. സംഗീത, നിങ്ങൾക്കും ചാൾസിനെ കല്യാണം കഴിക്കുന്നതിൽ സമ്മതം തന്നെയല്ലേ? പൂർണ്ണ സമ്മതം. പിന്നെന്താ, മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് മാല ഇട്ടിട്ട് രജിസ്റ്ററിൽ ഒപ്പിട്. മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടതിന് ശേഷം എല്ലാവർക്കും സമയദോഷം വരുന്നത് തന്നെ. എന്തോടെ പറഞ്ഞേ? പെട്ടെന്ന് മാല ഇടാനാ പറഞ്ഞത്. ആദ്യം തന്നെയാണ് മാറ്റേണ്ടത്, എന്നാലേ ഇവിടെ രക്ഷപ്പെടൂ. നിങ്ങൾ മാല ഇട്ടോളൂ. അങ്ങോട്ട് മാല ഇട്ടേക്ക്. നല്ല ജോഡി. ഇനി മാല ഇട്ടോളൂ. നിർത്തേ. അതാരാ? നല്ല കാര്യം നടക്കാനല്ലേ. അല്ല, നിങ്ങൾ ആരാ? എന്റെ പേര് ജീവ. താനെന്താ ഈ കല്യാണം തടയാൻ നോക്കിയത്? കല്യാണ പെണ്ണിന്റെ കാമുകൻ. ശരിക്കു പറഞ്ഞ കല്യാണ പയ്യനാവേണ്ടത് ഇവനായിരുന്നു. ആ പിന്നെ ഞങ്ങൾ 2 വർഷമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. ഇന്ന് എന്നെക്കാട്ടിലും പണമുള്ളവനെ കണ്ട ഉടനെ എന്നെ വലിച്ചെറിഞ്ഞിട്ട് പോയി. അതുകൊള്ളാലോ. എന്താ പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കാ? എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നീ ഏതവനെ വേണമെങ്കിലും കെട്ടിക്കോ. ഹലോ ബ്രദർ, മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങളുടെ ലവ് മാറ്ററൊക്കെ എനിക്കറിയാം. അവൾ എൻ്റെ അടുത്ത് ഒന്നും മറിച്ചിട്ടില്ല. ലവ് ഈസ് ഡിഫറെൻറ്റ്, ലൈഫ് ഈസ് ഡിഫറെൻറ്റ്. യു നോ ദാറ്റ്. ആഹാ, ഈ കാലത്ത് ഇങ്ങനെ നല്ലൊരു പയ്യനോ? നല്ല മനസ്സുള്ള പയ്യനാണല്ലോ. സമ്മതിച്ചിരിക്കുന്നു. ഒരാളുടെ ജീവിതം നശിപ്പിച്ചിട്ട് വന്നേക്കുക, അവനെ പോയിട്ട് പോഴ്ത്തുന്നോ സാർ? താനൊന്നും മിണ്ടായിരിക്കണോ? മോനെ, നീ ഇംഗ്ലീഷിൽ പറയടാ. ഡു യു ഹാവ് സെൻസ്? ഡു യു നോ ഹൗ ടു ആക്ട് ഇൻ പബ്ലിക്? ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. വാടാ ഈ എന്റെ മൈദാമാവേ. ഞങ്ങള് കഷ്ടപ്പെട്ട് ഒരു പെണ്ണിനെ വളച്ച് പ്രേമിച്ച് കല്യാണം വരെ കൊണ്ടൊന്ന് നിർത്തിയാ നീ പെട്ടെന്ന് ഒരു ദിവസം കാറി വന്നിട്ട് അവളെ നൈസായിട്ട് തൂക്കിക്കൊണ്ടു പോകും. ഞാൻ പൂക്കളും എതിരി അനുഗ്രഹം ചെയ്തിട്ട് നോക്കി നിൽക്കണമെന്നല്ലേ? ഒന്ന് നിർത്താവോ? ഇദ്ദേഹത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ നിനക്ക് ഒരു അർഹതയില്ല. ആർക്ക്? എനിക്കൊരു അർഹതയില്ലെന്നല്ലേ? എടോ, ആ കോച്ചിന് തന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? അതിനെ വിട്ടേക്കടോ. അങ്ങനെയൊക്കെ വിടാൻ കഴിയില്ല സാറേ. ഞങ്ങള് ജീവന തുല്യം ഒരുക്കി പ്രേമിച്ചാ അവള് പൊടാം. എടോ, മനസാക്ഷിയില്ലാതെ വലിച്ചെറിഞ്ഞിട്ട് പോകും. ഇതൊക്കെ കണ്ടിട്ട് ചുമ്മാ നിൽക്കണോ? സ്ത്രീകളെ കുറിച്ച് അനാവശ്യം പറയരുത്. ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. ആരാത്? മഹിളാ സംഘമാണോ? ചേച്ചിയെ മനസാക്ഷി തൊട്ടെന്ന് പറ. നിനക്ക് എന്നെ പോലെ ഒരു അനിയനുണ്ടെന്ന് വെച്ചോ. അവനെ ഇതുപോലെ ഒരു പെണ്ണ് പറ്റിച്ചിട്ട് പോയാ കണ്ടിട്ട് ചുമ്മാതിരിക്കും നിങ്ങള്. പെണ്ണുങ്ങളൊക്കെ വഞ്ചിക്കുന്നവരാണെന്നാണോ പറയുന്നേ? ഞാൻ എല്ലാ പെണ്ണുങ്ങളും പറ്റിക്കുമെന്ന് പറഞ്ഞില്ലേ ചേച്ചി? പക്ഷെ എല്ലാ ആണുങ്ങളും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. ഏയ്, തുറന്നു പറഞ്ഞേക്കാം, നിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നിന്നെ സ്നേഹിച്ച കാര്യം ഓർക്കുമ്പോ തന്നെ എനിക്ക് എന്നോട് വെറുപ്പ് തോന്നും. സ്നേഹിക്കുന്നത് സന്തോഷമായിട്ട് ജീവിക്കാനാ. നീ വാങ്ങുന്ന 10,000 രൂപ ശമ്പളത്തില് ഒറ്റമുറി വാടക വീട്ടില് ഓണത്തിനൊരു സാരിയും വിഷുവിനൊരു ചുരിദാറും വാങ്ങിച്ചു തരും. അതും വെച്ച് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് പറയുന്നേ സത്യമായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. അതെന്താ? ഇതൊക്കെ നിനക്ക് പ്രേമിക്കുമ്പോ അറിയില്ലായിരുന്നോ? ഐ ലവ് യു 1000 ടൈംസ് ഐ ലവ് യു എന്നും പറഞ്ഞു പറ്റിച്ചില്ലേ? ഞാൻ പറ്റിച്ചെന്നോ? എന്നെ കാണാൻ വരുമ്പോ ഒരു ബൈക്കും കൊണ്ട് വന്നില്ലേ? അത് ആരുടെ ബൈക്കാ? നിന്റെയാണോ? നിന്റെ ഫ്രണ്ടിൻ്റെത്. പിന്നെ നല്ല കളറായിട്ട് ഷർട്ടും പാന്റും ഒക്കെ ഇട്ടോണ്ട് വരുമല്ലോ, അതൊക്കെ ആരുടെ ആയിരുന്നു? നിന്റെതായിരുന്നോ? നിന്റെ ഫ്രണ്ടിൻ്റെത്. നീ ഉപയോഗിക്കുന്ന പെർഫ്യൂം, പിന്നെ നീ ഇട്ടിരിക്കുന്ന ചെരുപ്പ് പോലും നിന്റെ ഫ്രണ്ടിൻ്റെതായിരിക്കും.
ഒരു പെണ്ണിനെ കണ്ടാ മതിയല്ലോ, എങ്ങനെങ്കിലും വളച്ച് സെറ്റാക്കണം. നായകനെ പോലെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളും സ്നേഹിക്കാൻ നിൽക്കുമ്പോ പിന്നെയല്ലേ മനസ്സിലാവുന്നത് നിങ്ങൾ ഹീറോ അല്ല, വലിയ സീറോ ആണെന്ന്. സ്നേഹിക്കുന്ന സമയത്ത് മാസത്തിൽ ഒരു പ്രാവശ്യം തിയേറ്ററിലും ബീച്ചിലും ഒക്കെ കൊണ്ടുപോയിട്ട് 1000-2000 രൂപ ചെലവാക്കും. ഇത് മാസം മുഴുവനും ചെലവാക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. ഞാൻ സെറ്റിൽ ആവില്ലെന്ന് നീ തീരുമാനിച്ചല്ലേ? ആ, സെറ്റിലാകും. ഏതെങ്കിലും ഒരു കാട്ടുമുക്കിൽ 2 സെന്റ് സ്ഥലവും വാങ്ങി അലഞ്ഞ് തിരിഞ്ഞ് ലോൺ എടുത്ത് വീടും വാങ്ങി ആ ലോൺ അടച്ചു തീർക്കുമ്പോഴേക്കും എനിക്ക് 60 വയസ്സാവും. ആ വീട്ടില് കൊച്ചുമക്കളെയൊക്കെ താലോലിച്ച് നിനക്ക് വലിയ സന്തോഷമായിരിക്കും. പക്ഷെ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നിരിക്കില്ല. ഏതായാലും വന്നത് വന്നു. സാക്ഷിയായിട്ട് ഒപ്പിട്ടിട്ട് വൈകുന്നേരം താജ് ഹോട്ടലിൽ റിസപ്ഷൻ ഉണ്ട്. വന്ന് നല്ലോണം കഴിച്ചിട്ട് പോയിക്കോ. ഏയ്, നീ നിന്റെ ലൈഫിൽ താജ് ഹോട്ടൽ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. പ്രേമിക്കുമ്പോ അവളെ താജ്മഹൽ തോന്നിട്ട് ഇപ്പൊ വേറൊരുത്തിനൂടെ റിസപ്ഷന് താജ് ഹോട്ടലിൽ ക്ഷണിക്കുന്നു. നിനക്കൊന്നും മനസാക്ഷിയില്ലേടി? നീയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ഏയ്, ശരിക്കും. ഞാനും വന്ന പുതിർ നോയിക്കൊണ്ടിരിക്കുക. കുറെ കൂടുതലുണ്ടല്ലോ നിനക്ക്. ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? എന്ത് ചെയ്യണമെന്നോ? ചെയ്യണം. ഇതുവരെ ഞാൻ നിനക്ക് വേണ്ടി ചെലവാക്കിയതൊക്കെ സെറ്റിൽമെന്റ് ചെയ്യണം. എന്താണോ ഇത്? നിങ്ങൾ പ്രേമിക്കുകയായിരുന്നോ അതോ ഗവൺമെന്റ് ഓഫീസിൽ ജോലി ചെയ്യായിരുന്നോ? സെറ്റിൽമെന്റിനെ കുറിച്ചൊക്കെ പറയുന്നു. വോട്ട് ചെയ്ത് വഞ്ചിക്കപ്പെട്ടവരെ, ചീട്ട് കെട്ടി വഞ്ചിക്കപ്പെട്ടവരെ കാട്ടിലും പ്രേമത്തിൽ വഞ്ചിക്കപ്പെട്ടവരാണ് സാർ അധികം. ഇപ്പൊ താൻ എന്താ പറഞ്ഞു വരുന്നേ? ബസ്സിൽ പോയ എന്നെ ഞോണ്ടുവാണെന്ന് പറഞ്ഞു ഒരു സ്കൂട്ടർ വാങ്ങിച്ചു തരാൻ പറഞ്ഞു. എന്റെ ഫ്രണ്ടിന്റെ ചെയിൻ പണയം വെച്ചിട്ട് 50,000 രൂപയ്ക്ക് സ്കൂട്ടർ മേടിച്ചു കൊടുത്തു. പെട്ടെന്നൊരു ദിവസം ഫോൺ വിളിച്ചിട്ട് എനിക്ക് വോഡഫോണിലെ പട്ടിക്കുട്ടി തന്നെ വേണമെന്ന് പറഞ്ഞു 30,000 രൂപയ്ക്ക് തെരുവായിട്ട് പട്ടിയെ പോലെ അല്ല ഞാൻ പട്ടിക്കുട്ടിയെ മേടിച്ചു കൊടുത്തു. ഡ്രസ്സ്, ഫോണ്, ലാപ്ടോപ്പ്, കോളേജ് ഫീസ്, അത് ഇതെന്ന് അവള് ചോദിച്ചത് എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തു. വീട്ടിൽ ഞാൻ പഴങ്കഞ്ഞി കുടിച്ചിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ഇവളോ എനിക്ക് പിസ്സ ബർഗർ തന്നെ വേണമെന്ന് പറയും. ഇതുവരെ ഞാൻ എന്റെ അമ്മയെ ഒരു ഹോസ്പിറ്റലിലോട്ട് പോലും കൂട്ടിക്കൊണ്ട് പോയിട്ടില്ല. പക്ഷെ ഇവളെ പുറത്ത് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഞാൻ ബൈക്ക് പെട്രോൾ ഒഴിച്ചതിന്റെ കണക്കുണ്ടല്ലോ, അത് ഓർക്കുമ്പോൾ എനിക്ക് തല പെരുക്കുവാ സാറേ. പ്രേമിച്ച് ഈ 2 വർഷത്തില് ഇതുവരെ ഒരു തവണ പോലും എന്നെ ഫോൺ വിളിച്ചിട്ടില്ല. മിസ്ഡ് കോളേ തരത്തുള്ളൂ. ഞാനും പേടിച്ചു പോയി. എന്താ ഏതാന്ന് തിരിച്ചു വിളിച്ചാ ഹേയ് ജീവ, ഒരു 500 റുപ്പീസിന് റീചാർജ് ചെയ്യാൻ പറ്റുമോടാന്ന് ചോദിക്കും. ഞാൻ എന്താ അമ്പാനിയുടെ മോനാണോ സാറേ? അവിടെ 50 ഇവിടെ 100 പറഞ്ഞ് കടം ചോദിച്ച് റീചാർജ് ചെയ്തതിനുള്ളിൽ ഞാൻ അനുഭവിച്ച കഷ്ടങ്ങൾ വെച്ച് 2 മെഗാ സീരിയൽ എടുക്കാം. ശരി, റീചാർജ് ചെയ്തല്ലോ, എന്റെ കൂടെ ആയിരിക്കും സംസാരിക്കുന്നെന്ന് വിചാരിച്ചാ വേറെ എവന്റെ കൂടെയോ സംസാരിക്കും. ചോദിച്ചാ കസിൻ എന്ന് പറയും. ഇതുവരെ ഞാൻ അവളെ എന്റെ ലവറായിട്ടല്ല കണ്ടിരിക്കുന്നത്, ഭാര്യയായിട്ട് കണ്ടേ. എനിക്കും അവൾക്ക് ഒരു ബന്ധമില്ലെന്ന് അറിഞ്ഞതിന് ശേഷം അപ്പൊ തൊട്ട് ഞാൻ ചിലവാക്കി ഒന്നും അവളുടെ അടുത്ത് കാണാൻ പാടില്ല. ഇതുവരെ 4,56,750 രൂപ ചിലവാക്കിയിട്ടുണ്ട്. എല്ലാം സെറ്റിലാക്കിയിട്ട് വേറെ ആരെ വേണം കെട്ടിക്കോളാൻ പറഞ്ഞേക്കാം. കക്ഷി ഡെയിലി എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. സ്നേഹിക്കുമ്പോ ചെയ്ത ചെലവ് കാശൊക്കെ തിരിച്ചു ചോദിക്കുന്നു. അപ്പൊ നീ എന്നെ ശരിക്കും സ്നേഹിച്ചില്ലല്ലേ? ഞാൻ നിന്നെ പ്രേമിച്ചോ ഇല്ലയോന്ന് എനിക്കും ആ ഈശ്വരനും അറിയാം. ഇപ്പോഴും എനിക്കിതൊക്കെ വിട്ടിട്ട് പോകാനറിയാം. പക്ഷെ എന്നെ പോലെ ഈ നാട്ടിൽ സിൻസിയറായിട്ട് പ്രേമിക്കുന്നവരെ വഞ്ചിക്കപ്പെടാതിരിക്കാനാണ് സെറ്റിൽമെന്റ് ചോദിക്കുന്നത്. പ്രേമിക്കുന്നതിന്റെ പേരിൽ ആണുങ്ങളുടെ പർസും സമയവും കാലിയാക്കുന്ന നിന്നെ പോലത്തെ പെണ്ണുങ്ങൾക്ക് ഇതിൽ പാഠമായിരിക്കട്ടെ. അയാളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, താരെന്തെങ്കിലും പറയേ. സാർ, ഇവിടെ എന്താ ചാനൽ ഡിബേറ്റ് ആണോ നടക്കുന്നത്? ഓരോരുത്തരോട് അഭിപ്രായം ചോദിക്കുന്നു. സെറ്റിൽമെന്റ് ചെയ്യാൻ പറ സാറേ. അത് പാർട്ട് ടൈം ജോബാ. സെറ്റിൽമെന്റ് ചെയ്യേ. ചാൾസ്, അത് സെറ്റിൽ ചെയ്തേക്കൂ. ഓക്കെ. ചെക്കോ? ഈ കാലത്ത് പ്രേമം പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചെക്ക് എങ്ങനെ വിശ്വസിക്കാനാ? ക്യാഷ് ആയിട്ട് തരാൻ പറ സാറേ. അതെ 50 രൂപ അക്കൗണ്ട് വെച്ചിട്ട് 60 ചെക്ക് ബുക്കും കൊണ്ട് നടന്നോളും. അതെ, കാശായിട്ട് കൊടുത്താൽ മതി. ഡാഡ് കൊടുത്തേക്ക്. നല്ലോണം എണ്ണി നോക്കിയോ. പിന്നെ 50 100 കുറച്ചെന്നും പറഞ്ഞേ അടുത്ത കല്യാണം വന്ന് തടയാൻ നിൽക്കണ്ട. എടാ മോനെ, നീ ഇവൾക്ക് വേണ്ടി ചെലവാക്കുന്നതിന്റെ കണക്ക് എഴുതി വെച്ചോ. നിന്നേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരുത്തിനെ കിട്ടിയ ഇവള് കാല് മാറും. ഗുഡ് ബൈ. ഒന്ന് മാറി നിന്നേ, ആണിഞ്ഞൊരുങ്ങി വന്നോളൂ. എന്തായാലും ആ പ്രശ്നം കഴിഞ്ഞല്ലോ. മുഹൂർത്തം കഴിയുന്നതിന് മുമ്പേ ആ മാല എങ്ങിട്ടോളൂ. നിർത്തിക്കോ. ഒരു മിനിറ്റ്. താനാരാടൂ? എന്റെ പേര് അഴകേഷ്. കണ്ടിട്ട് തോന്നുന്നില്ല. പോറ പ്രസവ അങ്ങനെ തന്നെ ആയിരിക്കും. ശരി, വന്ന കാര്യം പറയേ. ഈ പെണ്ണ് കാരണം ബാധിക്കപ്പെട്ടവരല്ലേ ഞാനും ഒരാളാ. എത്ര പേരാടൂ? അവരുടെ അടുത്ത് ചോദിക്കേ. ശരി, അതെന്തെങ്കിലും ആവട്ടെ. താൻ വന്ന കാര്യം പറയേ. കോളേജ് ഫീസായിട്ട് 25,000 പേ ചെയ്തത്. പിന്നെ പിസ്സ ബർഗർ പാഴ്സൽ ചെയ്തതിന് 1,300 റുപ്പീസാ പേ ചെയ്തത്. ടോട്ടലാ 26,300 റുപ്പീസ് തിരിച്ചു തരാൻ പറഞ്ഞേക്ക്. ചാൾസ്, സെറ്റിൽ ചെയ്തേക്ക്. കൊടുത്തു വിടറോ. എല്ലാത്തിനും റെഡി ആയിട്ടാണല്ലോ വന്നേക്കുന്നത്. കുറെ കാശ് കയ്യിലിട്ടല്ലോ. ഒരുപാടുണ്ടെന്നേ.
ഞാനിതൊന്നും വാങ്ങിക്കാനിരുന്നതല്ല. അറിയാം, ഇനി ആരെങ്കിലും പറ്റിക്കാൻ പാടില്ല. രാവിലെ വലിയ തന്നെ കേട്ടോണ്ടിരിക്കുന്നത്. ഒന്ന് ഇറങ്ങി പോടൂ. കറക്റ്റ് ആയിട്ടാ പറഞ്ഞേ. അയ്യോ, ഗ്രേറ്റ് എസ്കേപ്പ്. വേറെ ആരെങ്കിലും വരുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ മാല അങ്ങോട്ട് കൊണ്ടിട്ടേക്ക്. നിർത്ത്. ആദ്യം എന്റെ സെറ്റിൽമെന്റ് കഴിഞ്ഞിട്ട് മാല ഇട്ടാ മതി. സാറ് നിങ്ങളും ഒന്ന് പോടൂ. ഓഫീസിൽ അടയ്ക്കേണ്ട കാശിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞേ. അത് നേരത്തെ തന്നെ വാങ്ങിച്ച് പോക്കറ്റിൽ ഇട്ടെന്നേ. വാങ്ങിയായിരുന്നോ? എനിക്ക് മാല ഇട്ടോളൂ. ധൈര്യമായിട്ട് ഇട്ടോ.